ആ എല്ലാരും എത്തിയല്ലോ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ആ ഇനിയിപ്പോ എല്ലാരും എത്തിക്കണു. ഈ വരാനുള്ളത് വരട്ടെ. അപ്പോ നമുക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പോവാണ്. പിന്നെ 1ാം വാർഡിലെ കാര്യം അറിയാലോ. സ്ഥാനാർത്ഥി ഞാൻ. ഇത്ര കാലം നിങ്ങൾ തന്നെയല്ലേ നിന്നിരുന്നത്. ഇനി പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ നിൽക്കട്ടെ. അതന്നെ പിന്നെ പ്രസിഡന്റ് വേണ്ടേ? അതിന് കഴിവുള്ളവർ ആരപ്പതിലുണ്ട്? ഞാനല്ലാതെ. എന്താ പിന്തം പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത്? എന്നാലേ 5ാം വാർഡിൽ ഞാൻ തന്നെ കേട്ടോ. അത് വനിതാ വാർഡാണേ. അന്ന് എന്റെ ഭാര്യ അങ്ങനെ ഇപ്പൊ നാട്ടു നടക്കും. പിന്നെ 7ാം വാർഡില് അത് ഞാൻ തന്നെയാണ്. അത് മാറ്റാൻ പറ്റൂല. അതെന്താ? അതെ, ഞാൻ കുറച്ച് പൈസ ഒക്കെ ചെലവാക്കിയിട്ടുണ്ട്. ലെറ്റർ പാഡൊക്കെ അടിച്ചിട്ടുണ്ട്. ലെറ്റർ പാടോ? അത് നമ്മളെ മരിച്ചാ കൊണ്ടുപോണ്ടേ ശാന്തി എടുത്തിട്ട് അതിനുള്ളതൊക്കെ റെഡിയാക്കി ഒപ്പിട്ട് വെച്ചിക്കണം. ഞാളുടെ പേര് എഴുതിയാ മതി. അത് നന്നായി. മെമ്പർമാർക്ക് ഇപ്പൊ അതിനുള്ള പണി വേറെന്താ പണി? നല്ല പോലുണ്ട്. പിന്നെ 9ാം വാർഡ് ഇരിക്കലായിരുന്നു. എനിക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളൊരു മാഷല്ലേ, ഒരു പണിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പറയാൻ. അവരാരും നിൽക്കട്ടെ. അത് പൊളിച്ചു. ഒരു പണിയില്ലാത്തവർക്ക് പറ്റിയ പണിയാണ് ഈ പണി, മെമ്പർ പണി. 5 സിയറും അവിടെ കൊടുത്തോ? ഓക്കെ. ആയി നാടകമൊക്കെ നാട്ടുകാരത്ത് മതി. അവിടെ ഇരുന്നോ. ജിജിപ്പോ ഏത് വാർഡിലാ നിൽക്കണ്? അതിപ്പോഴേ 10ല് ഏത് വാർഡിലിട്ടാലും ഞാൻ ചെയ്യും. ഒരു വിദ്യാഭ്യാസം വരെ കിട്ടിയിട്ടേ നമ്മൾ. അത് നിങ്ങൾ നോക്കണ്ട, നിന്റെ അടുത്ത് ഇഷ്ടം പോലെ. നേതാവേ, നിങ്ങൾക്ക് മത്സരിക്കാനുള്ള ഫണ്ടും കൂടി ഞാനാണ് ചെലവാക്കുന്നത്. 2ാം വാർഡ് 8ാം വാർഡ് അത് നമ്മുടെ വനിതകൾ തന്നെ. അതിന് മാറ്റല്ല കേട്ടോ. എല്ലാരും കൂടി കേൾക്കാൻ വേണ്ടിട്ട് പറയണം. നേതാവേ, ജനം വെറും വിഡ്ഢികളല്ല. അവർക്കെല്ലാം മനസ്സിലാവും. നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും നിങ്ങൾ പ്രസിഡന്റ് ആവണോ ഒരു മെമ്പറെങ്കിലും ആണോ എന്നുള്ളത് അവര് തീരുമാനിക്കും. വിമതനാണ് വിമതൻ. ഇപ്പൊ കാശുമ്പോ അറിയില്ല.